ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ലാലേട്ടൻ്റെ തുടരും. ഇപ്പം അങ്ങോട്ട് കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഡയറക്ടർ തരുൺ മൂർത്തി, റൈറ്റർ സ്ക്രീൻ പ്ലേ KR സുനിലും ഈ തരുൺ മൂർത്തിയും കൂടെ ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. ഒറ്റ വാക്കി പറയുവാണെങ്കിൽ ഞാനിപ്പോൾ എന്തുവാ കണ്ടിട്ട് വന്നിരിക്കുന്നത്, കോവിഡിന് മുമ്പൊക്കെ ഉള്ള ആ ഒരു ലാലേട്ടനെ എനിക്ക് കാണാൻ പറ്റി. അതായത് നമ്മൾ ഇതിനു മുമ്പ് എമ്പുരാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എമ്പുരാനകത്ത് അതേപോലെ ഒരു ലാലേട്ടനെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് ദൃശ്യം 2ഉം ദൃശ്യം ഫസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സാധനം. ദൃശ്യത്തിനകത്ത് പുലിമുരുകനെ അഴിഞ്ഞാടാൻ വിട്ടെങ്ങനെയിരിക്കും അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ക്യാമറമാൻ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് ഷാജി കുമാർ. ആദ്യത്തെ ഷോട്ട് തന്നെ വെച്ച് പടം കിടുക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഷോട്ട് തന്നെ അതുപോലെ ഞാൻ പറയുന്നില്ല, ഞാൻ ഇച്ചിരിയെങ്കിലും ഇത് പറയുവാണെങ്കിൽ ഇത് സ്പോയിലർ ആയിപ്പോൾ, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പടം പിന്നെ അങ്ങോട്ട് പോവുക, നമ്മുടെ ആ പഴയ ലാലേട്ടൻ്റെ കുറേ ഓർമ്മകൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. നമുക്ക് ചില രീതിയിലേക്ക് നല്ല, അപ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ കൊച്ചുനാളത്തെ കുറച്ച് ആ ലാലേട്ടനെയൊക്കെ ഓർമ്മ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പോവാണ് ഈ ലാലേട്ടനെ ഇതിനകത്ത് ഒരു സാധാരണക്കാരൻ. ട്രെയിലർ നിങ്ങൾ കണ്ടുകാണുമല്ലോ. ഫാമിലി, അതിനകത്ത് 2 മക്കളും ഉണ്ട്. വൈഫായിട്ട് വന്നേക്കുന്നത് ശോഭന. അങ്ങനെ ഒരു മെല്ലെ പോയി ഒരിടത്ത് ഒരു പോയിന്റിൽ എത്തിയിട്ട് പടം മുറുകുക. ആ ഓരോ സീനിൽ മുറുകി പോവുക. ഇൻ്റർവെല്ലിൽ നിർത്തിയേക്കുന്നത് പൊളി. ആ ഒരു സിനിമാറ്റോഗ്രാഫി ഷാജി കുമാർ, സിനിമാറ്റോഗ്രാഫിയൊക്കെ കിട്ടിലിനായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട എഡിറ്റിങ്, അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന എഡിറ്റിങ്ങും ജെക്സ് ബിജോയുടെ മ്യൂസിക്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേന് 4 സോങ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും അറിഞ്ഞില്ല. എഡിറ്റ് ചെയ്തേക്കുന്നത് നിഷാദ് യൂസഫ്. ആ ഒരു ട്രെയിലറിൽ കണ്ട കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. കിടുക്കനാക്കിയിട്ടുണ്ട്. പിന്നെ VFX സീന് ഒക്കെ കുറച്ച് കാണിക്കുന്നുണ്ട്, അതും കിടുക്കൻ. എല്ലാം കിടുക്കൻ. അതിനകത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഒരു സാധനം കാണിക്കുന്നുണ്ട്, അതും കിടുക്കൻ. എല്ലാം കൊണ്ടും പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് നിർത്തി സെക്കൻഡ് ഹാഫിലോട്ട് പോവാണേ. സെക്കൻഡ് ഹാഫിലോട്ട് പോയി കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഞങ്ങൾ അഴിഞ്ഞാടാൻ വിട്ടേക്കുക. ഇതിനകത്ത് ലാലേട്ടൻ്റെ നഖം വരെ അഭിനയിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. നോക്കുന്ന ഒരു സീനുണ്ട്, ദേഷ്യപ്പെട്ടു കുറച്ച് തന്നെ നമുക്ക് തന്നെ പേടിയാവും. അതേപോലത്തെ നോട്ടം. പിന്നെ ഫൈറ്റ്, 2 ഫൈറ്റ് ലാലേട്ടൻ്റെ ഉണ്ട്, കിടുക്ക ഫൈറ്റ്. എമ്പുരാനകത്ത ഫൈറ്റ് അല്ല, ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്താണ് നമുക്ക് ആ പഴയ എന്ന് വെച്ചാൽ പുലിമുരുകന് ശേഷം ലാലേട്ടൻ ഇത്ര ഫിസിക്ക് നല്ല രീതിയിലായിട്ടുള്ളൊരു ആക്ഷൻ കാണുന്ന ഈ പടത്തിലാണ് എനിക്ക് കണ്ടിട്ടുള്ളത്. മറ്റേ ലൂസിഫറിൻ്റെ ഫൈറ്റ് അല്ല, അതൊക്കെ മേലെ നിൽക്കുന്ന ഫൈറ്റായിട്ടായിട്ട് എനിക്ക് ഇത് തോന്നിയത്. ഇതിനെയാണ് കറക്റ്റ് ജംഗിൾ പൊളി എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് സാധനം. ലാലേട്ടൻ കരയുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. എൻ്റെ പോലെ നമുക്കത് കൊള്ളും, ഇവിടെ ഇങ്ങനെ കൊള്ളും ആ കരച്ചിൽ. പിന്നെ ഒരു ഇമോഷനായിട്ടൊരു ഒറ്റ ഡയലോഗേ പറയത്തുള്ളൂ. അത് നമുക്ക് കൊള്ളും, നമുക്കും വിഷമമാവും. എൻ്റെ കണ്ണ് നിറഞ്ഞു. ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു. അപ്പോൾ ആ പുള്ളി അത്രയ്ക്കും കൊള്ളിച്ചാണ് ആ ഡയലോഗ്, പുള്ളി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അത്രയ്ക്കും കൊള്ളിച്ചാണ് ആ ഡയലോഗ് പറഞ്ഞേക്കുന്നത്. ഇതേപോലെ നേരത്തെ വന്നിട്ടുണ്ട് നാടോടിക്കാറ്റിനകത്താന്ന് തോന്നുന്നില്ല, അമ്മയുടെ കുറച്ച് സീൻ കാണിക്കുമ്പോൾ അവിടെ ഒരു ഇമോഷൻ സീൻ ഉണ്ടല്ലോ നാടോടിക്കാറ്റിനകത്ത്. അതിനകത്ത് ഒരു ഡയലോഗ് ലാലേട്ടൻ പറയും, അതുപോലെ കോമഡി ആയിട്ട് ലാലേട്ടൻ പെട്ടെന്നൊരു ഡയലോഗ് നമുക്കത് വിഷമമാവും. അതുപോലെ ഇതിനകത്തും ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അത് നമുക്ക് കൊള്ളും. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു വീട്ടിലുള്ള ഒരാൾ എങ്ങനെ കരയുന്നുണ്ട് അതേപോലത്തെ രീതിയിൽ നമുക്കും അത് വിഷമമാവും, നമുക്കത് കൊള്ളും. എന്തിനാ ഗ്ലിസറിനൊക്കെ തേച്ച് ഓരോരോ ആക്ട്രസ്മാരൊക്കെ കിടന്ന് മൂങ്ങുന്ന ഇതാണ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ. എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ വില്ലൻ എന്ന് പറയുന്നത്. ഒരു സിനിമയ്ക്കകത്ത് വില്ലൻ്റെ സ്ഥാനം കുറവാണെങ്കിൽ ആ പടം കാണാൻ നടത്തില്ല. വില്ലനും നായകനും കട്ടയ്ക്കാണെങ്കിൽ പടം ഏത് ലെവലിൽ പോകുമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ്റെ ഒരു സിനിമ ഒരു ചെറിയ പോസിറ്റിവിറ്റി കാരണം എവിടെ വരെ പോകുന്നറിയല്ലോ. എനിക്ക് തോന്നുന്നു ഇത് നല്ല ഹെവി പോസിറ്റീവ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ഷൻ കാണുമ്പോൾ ഞാൻ കൺട്രോൾ ചെയ്താണ് ഇരുന്നത്. കാരണം അടുത്തിരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ, അതേപോലത്തെ രീതിയിൽ അടുത്തിരിക്കുന്നവരുടെ ദേഹത്ത് കൊള്ളാതിരിക്കാൻ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഫൈറ്റ് കണ്ടിട്ട്. പിന്നെ ബിനു പപ്പു ഉണ്ട്. ബിനു പപ്പു നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അത് കിടുക്കനായിട്ട് പുള്ളി ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഓരോന്ന് പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. നമുക്ക് നല്ല ഒരു ലാലേട്ടൻ്റെ പെർഫോമൻസ് എല്ലാം കൊണ്ടും ടോട്ടലി എനിക്ക് ഒരു നെഗറ്റീവ് എനിക്കിനകത്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ, അത് നെഗറ്റീവ് ഒന്നുമല്ല. എന്തായാലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. എനിക്ക് ഈ പടം കിടുക്കനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ദൃശ്യത്തിനകത്ത് ഒരു പുലിമുരുകനെ അഴിഞ്ഞാടാൻ വിട്ട ഒരു ടൈപ്പ് ഒരു പടം, കിടുക്കൻ പടം, തരുൺ മൂർത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.